ഞങ്ങളുടെ കോട് വാശിയാണത്. ആ അകത്തേക്ക് പോയ കുമ്പിളങ്ങി വന്ന് അതേപോലെ തിരിച്ചു വരില്ല. അവരൊക്കെ വെന്ത് അലിഞ്ഞു വരും. നമ്മുടെ അടുക്കള ഇന്നൊരു വലിയ പൂരപ്പറമ്പ് പോലെയാണ് ഇരിക്കുന്നത്. കാരണം എന്താണെന്ന് വെച്ചാൽ ഇഷ്ടംപോലെ സാധനങ്ങൾ നമ്മളെടുത്ത് പെരുമാറുന്നതുകൊണ്ടാണ് കേട്ടോ. ഹലോ നമസ്കാരം, എല്ലാവർക്കും നമ്മുടെ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ സദ്യ വിശേഷങ്ങളാണ് കാണിക്കുന്നത്. കുമ്മിയുടെ പിറന്നാളിനോടനുബന്ധിച്ചൊരു ചെറിയ സദ്യ നമ്മൾ പ്ലാൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരുക്കങ്ങളാണ് നമ്മളിന്ന് കാണിക്കുന്നത്. പിന്നെ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. തേങ്ങയാണിത്. ചിങ് ചിങ് ചിങ്. നമ്മൾ മോരുകറിയൊക്കെ ഇന്നാണ് വെച്ചേക്കുന്നത്. കുമ്പളങ്ങ അത് നമ്മുടെ ഹോം മെയ്ഡ് കുമ്പളങ്ങയാ. അതെ, ഇതാ അച്ഛൻ പറിച്ച കുമ്പളങ്ങ. അച്ഛൻ കുമ്പളങ്ങ പറിച്ചെടുത്ത് വെച്ചിട്ടുണ്ട്. ഞാൻ ഏണിയെ കയറി ഒരു തോട്ടി കൊണ്ട് എത്തിയ സഞ്ചിക്കകത്തേക്ക് പറിച്ചിട്ടുണ്ട് വന്നത്. താഴെ പോയ ചവഞ്ഞു പോകുന്നു പറഞ്ഞു. എൻ്റെ മെയിൻ ടാസ്ക് തേങ്ങയാണ്. ഞാൻ തേങ്ങയൊക്കെ പിടിച്ചു. എന്താ വേണ്ടത്? പൊന്നിന് എന്താ നമ്മൾ ഹോം മെയ്ഡ് നെയ്യ് ഉണ്ടാക്കുന്നുണ്ട്. നമ്മൾ തന്നെ ഉണ്ടാക്കുന്ന നെയ്യാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. അപ്പം നമ്മൾ പാലിൽ നിന്നും എടുത്തു വെച്ച പാൽപ്പാടകൾ കൊണ്ട് സംക്ഷിപ്തമായ നെയ്യ് തയ്യാറാക്കുകയാണ്. കളർ ട്രാൻസ്ഫോർമേഷൻ വരുന്ന കണ്ടു എല്ലാവരും. വെള്ള കളറൊക്കെ നെയ്യായിട്ട് വെള്ള കളറൊക്കെ ആക്ച്വലി കറക്റ്റായിട്ട് മാറും കേട്ടോ. ഇതിൻ്റെ പുറമെ നെയ്യ് തെളിയും ഇപ്പം തന്നെ നമുക്ക് കാണാൻ പറ്റും. തടുപ്പ് പോലെ കിടപ്പുണ്ട്. പറഞ്ഞാണോ? കുഴപ്പമില്ലായിരിക്കും. മറ്റത് ചതിക്കണോ? അരച്ചേക്കല്ലേ. സമയം കൂടെ വേണ്ടിവരുമേ. ഇത് പതി അങ്ങ് താന്നാൽ ഉടനെ 1 മിനിറ്റ് മതി. തെളിഞ്ഞു വരികയാണ്. കുഴൽ കിണർ പോലെ, ഗാലക്സി പോലെ അവൻ കറങ്ങി കറങ്ങി ശരിയാവുകയാണ്. ഇനി മോര് കൊണ്ട് എന്തെങ്കിലും കറി ഉണ്ടാക്കുന്നുണ്ടോ? മോര് കൊണ്ട് ഇച്ചിരി ഉണ്ടായി, മോര് കറി ഉണ്ടാക്കി. ആ അകത്തേക്ക് പോയ കുമ്പിളങ്ങി വന്ന് അതേപോലെ തിരിച്ചു വരില്ല. അവരൊക്കെ വെന്ത് അലിഞ്ഞു വരും. ഇല്ല, വെള്ളം ഞാൻ പറ്റിയെടുക്കും. വെള്ളം ഈ കരിയേപ്പില നല്ലതാണ് ഏട്ടാ. പുഴുണ്ടോ? പുഴുണ്ടോ? അതേല് അതിൻ്റെ തൊട്ടിൽ 2-3 കുഞ്ഞുകളുണ്ട്. ഞങ്ങളുടെ കോട് വാശിയാണത്. ആരും തെറ്റിദ്ധരിക്കണ്ട. അപ്പം നമ്മളൊന്ന് അമ്പലത്തിൽ പേര് ഫോട്ടോഷൂട്ടൊക്കെ കഴിഞ്ഞിട്ട് വന്നപ്പോഴത്തേക്കും അമ്മ നമുക്ക് വേണ്ടി കുറച്ച് സാധനങ്ങൾ ഇവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു നാളത്തെ സദ്യക്ക് വേണ്ടിയിട്ട്. അപ്പം അമ്മ നെല്ലിക്ക അച്ചാറിട്ടു, ചെറുതായിട്ട് കുഞ്ഞു കുഞ്ഞായിട്ട് നമ്മളെല്ലാം ഇട്ടിട്ടുള്ളൂ. പിന്നെ ഇതാ ഈ ഒരു വലിയ ഭരണിയിൽ മാങ്ങ അച്ചാറിട്ടു. പിന്നെ നാരങ്ങയും അച്ചാറിട്ടു. പിന്നെ കിച്ചടി കാണിക്കൊന്ന് മാറ്റിക്കോട്ടെ. ഇതാ നമ്മുടെ കിച്ചടി റെഡി ആയിട്ടിരിക്കുകയാണ്. ആക്ച്വലി നമ്മുടെ അടുക്കള ഇന്നൊരു വലിയ പൂരപ്പറമ്പ് പോലെയാണ് ഇരിക്കുന്നത്. കാരണം എന്താണെന്ന് വെച്ചാൽ ഇഷ്ടംപോലെ സാധനങ്ങൾ നമ്മളെടുത്ത് പെരുമാറുന്നതുകൊണ്ടാണ് കേട്ടോ. പാവയ്ക്ക ഉള്ളിയും കൂടെ തീയൽ വെച്ചിരിക്കുന്നതാണിത്. അപ്പം നമ്മൾക്കിനി ഈ ഒരു അടുക്കള വൃത്തിയാക്കുന്ന ഒരു വലിയ ടാസ്ക്കാണ്. കാരണം ഒരുപാട് സാധനങ്ങൾ തലേദിവസം ഉണ്ടാക്കി വെക്കാൻ പറ്റുന്ന നമുക്ക് നമ്മൾ തലേദിവസം ചെയ്യാണ്. മെയിൻ ഐറ്റംസ് ആയ സദ്യയുടെ സാമ്പാർ, അവിയൽ, തോരൻ എന്നീ സാധനങ്ങളൊക്കെ നമ്മൾ നാളെ ഉണ്ടാക്കുള്ളൂ. പപ്പടം അതൊക്കെ നമ്മൾ നാളെ ഉണ്ടാക്കുള്ളൂ. അപ്പോൾ ഇന്ന് നമ്മളെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന അത്രയും, ഇനി നമ്മൾ ഇഞ്ചിക്കറിയും കൂടെ ഇന്ന് വെച്ച് വെക്കുന്നുണ്ട്. അപ്പം നാളത്തേക്ക് നമുക്ക് അത്രയും പണി കുറഞ്ഞിരിക്കും. ഇത് ജാതിക്ക അച്ചാറാ ഒരെണ്ണം. അത് ഞങ്ങൾ നാളെ ചെലവാക്കും.
നാളെ ഇല വിളമ്പോലെ എല്ലാവരുടെ ഇല ഓരോന്ന് വിളമ്പില്ല തീർക്കില്ല. അടുത്തായിട്ട് നമ്മൾ എന്താ ഉണ്ടാക്കാൻ പോണേ? ഇഞ്ചിക്കറിയാണ്, അത് മറന്നുപോയി. ഇഞ്ചി അച്ഛൻ നേരത്തെ പറിച്ചുകൊണ്ട് വെച്ചതാ, നേരം പോയി. ഇവിടുത്തെ ഇഞ്ചിക്കണ്ടത്തിൽ നിന്നും പറിച്ചെടുത്ത ഇഞ്ചികൾ കൊണ്ടുള്ള ഇഞ്ചിക്കറി. വലിയ പാവ അതെ ഉണ്ടോ, വലിയ പാവ. ഇത് ഉണ്ണികൃഷ്ണൻ നട്ടതാ. Happy birthday to ഓക്കെ എന്താ ചെയ്യണ പറയും തന്നല്ലോ പല്ലിന് പല്ല് കാണിച്ച പല്ല് കാണിച്ച പല്ല് കാണിച്ച നോക്കട്ടെ. തേങ്ങ നമ്മുടെ പറമ്പിലെ തേങ്ങ എല്ലാം ഓർഗാനിക് ആണല്ലോ ഇന്ന്. അതെ അതെ, തേങ്ങ വരെ ഓർഗാനിക്. ബ്യൂട്ടി പൊക്കത്തിന്നാ അമ്മ ഇങ്ങനെ പിടിച്ചേ പിടിച്ചിങ്ങനെ ഇവിടെ പിടിച്ചേ. ആ അങ്ങനെ പിടിച്ചിട്ടാ മതി. ആയാശ്രയമല്ലേ. ഞാൻ തേനായിട്ട് നിന്നില്ലെങ്കിൽ ഇവരങ്ങ വന്ന് നിന്റെ മുഖത്ത് കൊള്ളു. ഓളല്ലോ പിടിച്ചോ, ഇവിടെ താഴെ പിടിച്ചോ. ഇളക്കിളക്കിയേ മൂപ്പത്തിരിക്കാണ് ഗായ്സ്. ആണോ എന്തോ കേട്ടില്ല. ഏതൊക്കെ വന്നവരൊക്കെ നമുക്ക് ജസ്റ്റ് കണ്ടുവാ. നമുക്ക് നേരെ സദ്യ റോളിലേക്ക് പോകാല്ലേട്ടാ. കാണിക്കട്ടെ സ്പെഷ്യലായിട്ട്. സ്പെഷ്യൽ ഇത് ഞങ്ങളുടെ വല്യമ്മായിയാണ്. അമ്മായി തിരിഞ്ഞല്ലായിരുന്നു വേണ്ടായിരുന്നേ. മാറിപ്പോയില്ലേ അവിടെ ഇരിക്കും. ഇപ്പുറത്തല്ലേ കറി വിളമ്പണ്ടേ.
മറിക്കണോ? ഇതിന്റെ വലിയ കോപ്പി ഇവിടെ ഉണ്ടോ? ഉണ്ടല്ലേ. ഇത് നാരക്ക, ഇത് നെല്ലിക്ക, സ്പൂണുകൾ അതിനകത്തുണ്ട്. ഇത് മാങ്ങ. കുഴപ്പമില്ല, അച്ഛൻ വിളമ്പിക്കും, ബാക്കി നമുക്ക് പെറുക്കെടുക്കാം. ഞാൻ ഇതിനകത്ത് 2-3 ഇട്ട് തരാം. അത് വിളമ്പിയടി, അത് വിളമ്പി കൊണ്ടുപോയത്. ആണോ? ആ അതല്ല നാരങ്ങ, ഇതാ നാരങ്ങ. കുറച്ചും കൂടെ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടോ? ഫോണെടുത്തേ സബ്സ്ക്രൈബ് ചെയ്തേ. ചാനലിന്റെ പേര് പറഞ്ഞു. പുള്ളിക്കാരത്തി ഭക്തപ്രിയ. എവിടെ വിളക്ക് കണ്ടാലും ഓടിപ്പോയി തൊഴും. ലൈറ്റർ കത്തിച്ചാൽ തൊഴും. അങ്ങനെ എല്ലായിടത്തും. ഞാൻ ഇത്രയും കഴിക്കൂലേ? സദ്യ വിളമ്പി എല്ലാവരും വയറ് നിറയ്ക്കാനുള്ള പരിപാടിയിലാണ്. ഓരോ ട്രിപ്പ് എടുത്തോളം ഞാൻ ചോറ് നിറയ്ക്കുന്നത്. എനിക്ക് പാത്രം ഭയങ്കര ഇഷ്ടമായതുകൊണ്ടാണ്. അതെ, എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള പാത്രം ആയതുകൊണ്ടാണ് ഇതിനകത്ത് എടുക്കുന്നത്. പിള്ളേർക്ക് ഉണ്ടാവുമല്ലോ, ചേച്ചിനില്ല. പിള്ളേർക്ക് ഇരിക്കാൻ സീറ്റ് ഉണ്ടോ സംശയം കേട്ടോ. ആണോ? എന്റെ പനിയാണോ? പനിയാണ്. ചോറ് കൊടുത്തേക്ക്. അച്ഛനെങ്കിൽ വന്നേച്ചാ ആ കൈ അപ്പുറത്ത് തന്നെ. അമ്മ അപ്പുറത്ത് പോക്കെ കൊടുത്തു. ഞങ്ങൾ വലിയ കൂട്ടുള്ള അറിയോ, എപ്പോഴും ഇങ്ങനെ തൂട്ടി കൊടുക്കും. അമ്മായി ഇങ്ങനെ ചോറ് കൊടുത്തേ. അമ്മായി എല്ലാവരും ചിരിച്ച് ചോറ് കൊടുത്തേ കൊച്ചിന്. ഇല്ല ഓർമ്മകളല്ലേ അറിയാം നമ്മളൊക്കെ. ഓർമ്മകളാക്കണം. എൻ്റെയൊക്കെ എളുപ്പത്തിലെ വീഡിയോ ഉണ്ടോ? വേണ്ടാതെ മൂക്കൂട്ടൊക്കെ വിളിച്ച് ഞങ്ങളിവിടെ തകർത്തേനെ. ചോറ് കൊടുത്തേ. മായമ്മ ഇച്ചിരി ചോറ് കൊടുത്തേ. അമ്മായി വാ. ആ ഞങ്ങളുടെ മുത്തച്ഛൻ ചോറ് കൊടുത്തില്ല ഞങ്ങക്ക്. അച്ഛനെങ്കിൽ വന്നേച്ചാ. അച്ഛൻ കൊച്ചിന്റെ അച്ഛനും വന്നെ. അന്നമാണ് ഇത്, അന്നമാണ്, ആവാണ്, ചോറാണ്, അന്നമാണ്, ഇക്കുവാണ്, ഇക്കുവാണ്. ചോറുമാമം വേണ്ട. അച്ഛന്റെ ചോറുമാമം വേണ്ട. കഴിച്ചു. അച്ഛൻ കഴിക്കുന്നില്ല. കട്ട്ലറീസ് മാത്രം മതി നിനക്ക്. ഇന്നാ തുറന്നു കൊടുത്തേ. അമ്മായി